ഏപ്രിൽ 16-ാം തീയതി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. വേറൊന്നുമല്ല, അന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു കാര്യവും മര്യാദയ്ക്ക് വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടിക്ക് പോയപ്പോൾ ഓർത്തു, ഓക്കെ വീഡിയോ എടുത്തേക്കാം. അങ്ങനെ എന്നെ കൊണ്ടാക്കാനായിട്ട് എല്ലാവരും വന്നു. ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു, ഒരാളൊഴികെ. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ജേർണിയും അതുപോലെ ഫസ്റ്റ് ഫ്ലൈറ്റുമാണ്. അത് ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, അത് മാനേജ് ചെയ്തു. അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് പോവുകയാണ്. നമുക്ക് ലേ ഓവർ ഉള്ളത് വിയറ്റ്നാമിലാണ്. അവിടെ ഒരു 4.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോഴേക്കും വിയറ്റ്നാമിൽ ലാൻഡ് ചെയ്യാറായി. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ഗേറ്റ് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗേറ്റ് കണ്ടുപിടിക്കാൻ അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. മലയാളികളുണ്ടായിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് 14 ഗേറ്റ് നമ്പർ കിട്ടിയത്. ഇനി 4.5 മണിക്കൂർ ഇതിൽ തന്നെ അങ്ങ് ഇരിക്കുക. അങ്ങനെ നമ്മൾ 4.5 മണിക്കൂർ വെയിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ടേക്ക് ഓഫ് ചെയ്തത്. ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും ഈ ഫോം കൊണ്ട് തന്നു ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തിരുന്ന ആളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത്. പിന്നെ ആളുടെ നെക്ക് പില്ലോയും എനിക്ക് തന്നു. അപ്പോൾ ആൾ കൊറിയനാണ്, പക്ഷേ ഓസ്ട്രേലിയൻ സിറ്റിസണാണ്. അപ്പോൾ ആൾ കുറേ കമ്പനിയൊക്കെ ആയി. അപ്പോൾ എന്നോട് എത്താറായെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളത് ലാൻഡ് ചെയ്യാറായി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്കും എനിക്ക് സർപ്രൈസ് ഒരു കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എന്നാലും ഭയങ്കര അടിപൊളി ജേർണി ആയിരുന്നു.